27 വർഷമായിട്ട് ആൾക്കാർക്ക് മടുക്കാത്തൊരു കിഡിലൻ ഫുഡ് സ്പോട്ട്. ഇവിടുത്തെ 4 ഐറ്റം ഉണ്ട്. അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഇവരുടെ മാസ്റ്റർ പീസായ മിക്സ്ഡ് കബാബ്, ചിക്കനും ബീഫും മട്ടനും കാടയും അടങ്ങുന്ന ഒരു മിൽട്ടി മിനാമി സാധനം. പിന്നെ അവരുടെ മാസ്റ്റർ പീസായ നംകീൻ. അത് ചോദിച്ചിട്ട് വാങ്ങണം. ഹോട്ടൽ ഇത് മലബാറിന്റെ ആണ്, പക്ഷെ പാകിസ്ഥാനിന്റെ ഒരു വൈബാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ. മാനേജറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നംകീൻ. ഇവിടുത്തെ മട്ടന്റെ സൂപ്പ് ഉണ്ട്. അതൊന്നും മട്ടന്റെ സൂപ്പിനെ കുറിച്ചൊന്നും അറിയോ? 30 വർഷമായി ഈ സൂപ്പ് തന്നെ കൊടുക്കുന്നത്. 30 വർഷമായിട്ട് ആൾക്കാർ ഈ സൂപ്പ് കുടിക്കാൻ വേണ്ടിട്ട് അബു അഹമ്മദിലേക്ക് തേടിയിട്ട് എത്തുന്നുണ്ട്. ഇതൊരു ലിട്ടാപ്പിൽ മുഖ്യ മിൽട്ടി മിനാമി സൂപ്പ്. ട്രൈ മസ്റ്റ്. ചെറിയ പൈസ കൊണ്ട് ചെറിയ എമൗണ്ടിന് വേണമെങ്കിൽ ഇവിടെ ഭക്ഷണം കൊടുക്കും. എന്തു കിട്ടിയില്ലെങ്കിലും ഈ ബീട്രൂട്ടിന്റെ അച്ചാർ ചോദിച്ചിട്ട് വാങ്ങണം. എന്നിട്ട് കക്കരിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ആക്കിയിട്ട് എല്ലാവർക്കും പ്രൈസ് അഫോർഡബിൾ അല്ല, എല്ലാവർക്കും അല്ല. ഇതുവരെ കഴിച്ചതിൽ ആർക്കും പരാതി ഇല്ലാത്ത അബു അഹമ്മദ്. നല്ല ചൂട് റൊട്ടിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് മട്ടന്റെ ഒരു കണ്ടം വെച്ചിട്ട് അമ്മൂസിന് ഇങ്ങനെ ഡിപ്പ് ആക്കിയിട്ട് ഒരു പിടി പിടിച്ചെങ്കിലേ സംഭവം മിൽട്ടി മിനാമി തീപ്പാറുമായിട്ട് മസ്റ്റ് ട്രൈ. ഇവിടുത്തെ പിന്നൊരു സിഗ്നേച്ചർ ആയ മട്ടൻ ബിരിയാണി. ചോറിനേക്കാളും കൂടുതൽ മട്ടൻ പീസ് ഉണ്ടാകുന്ന അബു അഹമ്മദിന്റെ കഥ. ഫാമിലീസിനെല്ലാം ഇരിക്കാൻ പറ്റിയ നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ. ഒരു 80s 90s നൊസ്റ്റാൾജിയ വൈബ്. കുറച്ചല്ലേ വരുന്നില്ല. മെയിൻ പാകിസ്ഥാനാണ് അല്ല. ഇവിടുത്തെ ഭക്ഷണത്തിന് മെയിൻ ആള് എത്തുന്നത് പാകിസ്ഥാൻസ് അല്ല. മലബാരി ഉണ്ട് ഇല്ലാന്നല്ല. മെയിൻ ഓറാണ് കൂടുതൽ ഭക്ഷണത്തിന് ഓരോ ഫുഡ് ഐറ്റം വന്നിട്ടില്ല. അവർക്കാണ് മെയിൻ ഉള്ളത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഫുഡ്. നമ്മളെ ആൾക്കാർക്കും നല്ലതന്നെ. ഫുഡ് ചെറിയ പൈസ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഏത് എമൗണ്ടിന് വേണമെങ്കിലും ഇവിടെ ഭക്ഷണം അപ്പോ ഇക്കടെ എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടെന്ന് പറയോ? നമ്മുടെ അടുത്തുള്ള സ്പെഷ്യലി ഫാമിലി മുഷക്കലാണ്. അതിന്റെ കൂടെ വരുന്നത് 2 അമ്മൂസ്, 2 സൂപ്പ്, റൊട്ടിയാണെങ്കിൽ റൊട്ടി, കുബൂസ് ആണെങ്കിൽ കുബൂസ്. പിന്നെയുള്ളത് അതിന്റെ ചെറിയ ഇതാണ് ഇത് മുഷക്കലി. നിങ്ങളുടെ എത്ര വർഷമായി? ഞാൻ 22 വർഷമായി. 22 വർഷമായി ഇവിടെ. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ചാല് ഇത് കാണാന് പാകിസ്ഥാൻ ഹോട്ടൽ പോലെയാണ്, പക്ഷെ ഇവിടുത്തെ ബോസ് എല്ലാം മലയാളിയാണ്. ഇതാണ് മാനേജറാണ്. അപ്പോ പിന്നെ ബോസ് ഇപ്പം വരും എല്ലാം. അപ്പോ പിന്നെ നിങ്ങൾ ഏകദേശം എത്ര വർഷമായി ഇവിടെ? ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. നാട്ടിലുണ്ട്. ഇപ്പോ നിങ്ങൾ നാട്ടിലെവിടെ? തലശ്ശേരി. നിങ്ങൾക്ക് നാട്ടില് കണ്ണൂർ. തലശ്ശേരിക്കാർ റെസ്റ്റോറന്റ് അല്ലേ? പക്ഷെ ഈ തലശ്ശേരിക്കാർ റെസ്റ്റോറന്റ് എന്ന് പറയില്ല, ഇതൊരു പാകിസ്ഥാൻ വൈബ് റെസ്റ്റോറന്റ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഫുഡിന്റെ ഡീറ്റെയിൽസും മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി സ്പെഷ്യൽ. അത് നമ്മൾ ഇന്നലെ വന്നാണെങ്കിൽ 400 ബിരിയാണിന്റെ ഓർഡർ ഉണ്ടായിരുന്നു ഓൾറെഡി. ഇവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഒന്നിച്ചിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പിന്നൊരു സ്പെഷ്യലാണ് മട്ടൻ ബിരിയാണി. അത് നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാം സ്പെഷ്യലാണ് എടുത്തത്. അപ്പോൾ ഞാൻ എടുത്ത ഫുഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കൊന്ന് കാണിക്കാം. അപ്പോൾ ഫാമിലിക്കെല്ലാം നല്ല സ്പേഷ്യസ് ഉണ്ട്. അപ്സ്റ്റെയറിൽ ഫാമിലിക്കെല്ലാം വന്നിട്ട് കഴിക്കാനുള്ള നല്ലൊരു സ്പേഷ്യസ് എല്ലാം ഉണ്ട്. പാർട്ടി ഹാൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സൂപ്പർ പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് रिव्यू അറിയിക്കണം. ये हमारा चिकन टिक्का है. इसमें हमारा 4 वैरायटी होता है, 5 बल्कि. इसमें वाइट पेपर भी मिलेगा, ग्रीन पेपर भी मिलेगा, इसमें ब्लैक पेपर भी मिलेगा, इसमें अरबी के लिए विदाउट चिल्ली पाउडर या कुछ भी मिलेगा, इसमें ये रेड पाउडर भी मिलेगा. खाली आने का कुछ भी करके देगा. कुछ भी करके हम देगा. ओके. इधर का स्पेशल है सर? स्पेशल हमारे पास फिश है. फिश भी है. उसके बाद मिक्स ग्रिल है. मिक्स ग्रिल हमारा जो है ना 95 तक भी है, जिसमें 4 पर्सन या 5 पर्सन आप कहाँ से सकते हैं. हम पाकिस्तान से. कितना साल से है? हम इधर 12 साल से. 12 साल से है. 12 साल से है. इधर मोस्टली कौन आता है इधर खाने के लिए? इसमें सबसे पहले तो हमारा बहुत कस्टमर ज्यादा हमारा पाकिस्तानी था. उसके बाद मलबारी 2 नंबर पे था. अच्छा. फिर ओवरऑल अभी सबसे ज्यादा अफ्रीका वाला है. अच्छा. अरबी भी हमारा पहले बहुत ज्यादा था. अभी पाकिस्तानी थोड़ा कम हो गया है, मलबारी कम हो गया है, अफ्रीका ज्यादा हो गया है. सही है. पहले ओमानी भी ज्यादा था. अच्छा. क्योंकि ओमानी फिश वगैरह खाता था, मटन चाप्स खाता था. अच्छा. इस वजह से अभी थोड़ा वो कम है. आप खुश है? അൽഹംദുലില്ലാ. ഇത് അച്ചാർ, ബീട്രൂട്ട്, ഈത്തപ്പഴം മിക്സ് ആക്കിയിട്ടുള്ളത്. ഇതും വർഷങ്ങൾ കുറേയായി അബു അഹമ്മദ് ഉള്ളവരെ ഇത് കൊടുക്കാൻ തുടങ്ങിയതാണ്. അതിപ്പോഴും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യുന്നതാണ്. പിന്നൊരു സ്പെഷ്യലാണ് ഈ ബീട്രൂട്ട് അച്ചാർ. എന്തായെങ്കിലും നിങ്ങൾ ട്രൈ ആക്കണം വന്നിട്ട്. അതിലേക്ക് അബു അഹമ്മദ് ആരി സംഭവം
അബു അഹമ്മദ് എന്ന് പറയുന്ന ഒരു സിറിയക്കാരനാണ്. സിറിയക്കാരനാണ്. അവനില്ല ഇപ്പൊ. ഇല്ല. ഓക്കെ. ഇവിടെ അലാഗൈഫ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു മുതലാളിയാണ് അബു അഹമ്മദ്. ഓക്കെ. അയാളില്ല. അയാൾ പിന്നെ ഇത് തലശ്ശേരിക്കാർക്ക് കൊടുത്തിട്ട് വിറ്റിട്ട് പോയി. അപ്പൊ ആ പേര് അത് എങ്ങനെ ആ പേര് ഇപ്പൊ ഇങ്ങനെ നിലനിൽക്കുന്ന അബു അഹമ്മദ്. അതാണ് അബു അഹമ്മദിന്റെ കഥ. അന്നേരം സിറിയക്കാരില്ലേര് ഞാൻ ഉണ്ടാവരെ കൂടെ. ഏകദേശം ഹോട്ടൽ എത്ര കൊല്ലായിട്ടുണ്ടാവും? ഹോട്ടൽ ഏകദേശം 22-30 വർഷത്തോളായി. 97 ഉള്ളതാണ് 97 ഹോട്ടൽ അബു അഹമ്മദ്. കാരണം ആദ്യം അവരെ കയ്യിലായിരുന്നു. നിങ്ങൾ അവരുടെ അടുത്ത് ഒന്നിച്ചുണ്ടായി? ആദ്യം സിറിയക്കാരുണ്ടാകുമ്പോൾ ഒന്നിച്ചുണ്ടായി? അവരെ കയ്യിലായിരുന്നു ആദ്യം അവരായിരുന്നു ആദ്യം ഓപ്പൺ ആക്കിയത്. പിന്നെ അവർക്ക് കഴിയാതെ കൊണ്ട് കൊടുത്തിട്ട് വിട്ട്. ഞങ്ങളെ സ്ഥാപനം ഇവിടെ എല്ലാം ഉണ്ടായിനി. ബോരി മസ്ജിദ് ഇല്ലേ, അതിന്റെ നേരെ ബാക്കിലാണ് ഉണ്ടായി. ബോരി മസ്ജിദിന്റെ ബാക്കിൽ. അവിടെ നിന്നാണ് ഞങ്ങൾ ഇപ്പൊ അവിടെ പിന്നെ റിപ്പയറിലും വന്നതുകൊണ്ട് പിന്നെ അത് കൂട്ടിച്ച് ഞങ്ങൾ ഇവിടത്തേക്ക് മാറി, ഇങ്ങോട്ടേക്ക് എത്തിയ. അപ്പൊ ഇവിടെ വന്നേരം പിന്നെ പാകിസ്ഥാൻ ഫുഡും അറബി ഫുഡുമായി. അവിടെ ഓൺലി അറബി ഫുഡ് മാത്രം, അറബി ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പൊ കുറച്ച് ചേഞ്ചസ് വരുത്തി ഇവിടെ വന്നേരം ചേഞ്ചസ് ആക്കി. കാരണം ഇവിടെ കൂടുതലും പാകിസ്ഥാനിയും ബംഗാളികളും ഇവരാണ് ഉള്ളത്. അപ്പൊ അവർക്ക് കൂടി ഇതാക്കിയിട്ട് ഞങ്ങള് എല്ലാവർക്കും പ്രൈസ് എല്ലാം അഫോർഡബിൾ അല്ല, എല്ലാവർക്കും അല്ല, ചെറിയ പൈസക്കല്ല കൊടുക്കുന്നില്ല.